തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് മുണ്ടേല മോഹനന്റെ ആത്മഹത്യയിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി കുടുംബം രംഗത്ത്. വെള്ളനാട് ശശി ഉൾപ്പെടെ ബാങ്കിലെ ചില ജീവനക്കാർ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് മോഹനന്റെ ആത്മഹത്യയ്ക്ക് വഴിവെച്ചതെന്നാണ് ആരോപണം. മുണ്ടേല സഹകരണ ബാങ്ക് തകരുമെന്ന വ്യാജ പ്രചരണം നടത്തി. നിക്ഷേപകരുടെ പണം പിൻവലിപ്പിക്കാൻ ശ്രമിച്ചതിന് പിന്നിലും വെള്ളനാട് ശശിയെന്നും കുടുംബം ആരോപിച്ചു. ബാങ്ക് തകർക്കാൻ ഗൂഢാലോചന നടന്നതായി വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും കുടുംബം പുറത്തുവിട്ടു. 2 ദിവസം മുന്നേ ഞാനിവിടെ ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ വിഷമത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ വെള്ളനാട് ശശി അച്ഛനും പണ്ട് മുതലേ ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പം അതിനുശേഷമാണ് വെള്ളനാട് ശശി CPM-ലേക്ക് മാറുന്നതും ഒക്കെ. അപ്പം അച്ഛനെ അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ അതിന് താല്പര്യമില്ല എന്നുള്ളത് അച്ഛൻ ഡയറക്റ്റായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതിനുശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. പറ്റാവുന്ന എല്ലാ രീതിയിലും ഉപദ്രവിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 ദിവസം മുന്നേ. ഈ ആത്മഹത്യക്കുറിപ്പിലും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വെള്ളനാട് ശശി അടങ്ങുന്ന ഒരു 6 പേരുടെ പേരാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൽ ഉള്ളത് ആദ്യത്തെ പേര് വെള്ളനാട് ശശിയുടെയാണ്. രണ്ടാമത്തത് കാട്ടാക്കട AR ബിനിലിൻ്റെ പേരാണ്. പിന്നെ മൂന്നാമത്തത് മഞ്ജു, അവിടുത്തെ ബാങ്കിലെ അക്കൗണ്ടൻ്റ് ആണ് മഞ്ജു. പിന്നെ അശ്വതി, അതായത് മായ എന്നും പറയുന്നുണ്ട്. പിന്നെ ശ്രീജ, അർച്ചന, ഇവർ 6 പേരുടെ പേരാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളത്. വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവർ 6 പേരും കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഈ ബാങ്ക് തകരാനുള്ള കാരണവും അച്ഛനെ ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിലാക്കാനുള്ള കാരണം എന്നുള്ളത് ആത്മഹത്യക്കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ വെള്ളനാട് ശശി അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരണമെന്ന് നിർബന്ധിക്കുകയുണ്ടായി. അപ്പം അച്ഛൻ അതിന് വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ ബാങ്കിനെ, രാജീവ് ഗാന്ധി അസോസിയേഷന് ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഈ പറയുന്ന 4 സ്റ്റാഫ്, അച്ഛൻ്റെ ഈ കുറിപ്പിലുള്ള 4 സ്റ്റാഫിനെ വച്ചിട്ട് തന്നെ ഓറൽ പബ്ലിസിറ്റി കൊടുക്കുമായിരുന്നു ബാങ്ക് തകരാൻ പോവുകയാണെന്ന്. അങ്ങനെ ഈ വെള്ളനാട് ശശിയും അല്ലാതെ ഈ പറഞ്ഞു കേട്ട ആൾക്കാരും എല്ലാവരും വന്നിട്ട് ഈ ഡെപ്പോസിറ്റ്സ് എല്ലാം തിരിച്ചെടുക്കാൻ തുടങ്ങി. വെള്ളനാട് ശശിയും ഒത്തിരി ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്ന എല്ലാവരെയും കൊണ്ട് തിരിച്ചെടുപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ബാങ്ക് തകർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. തകർച്ചയിൽ ഏൽപ്പിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വിശ്വാസക്കുറവാണ്. ഇപ്പോൾ കരുവന്നൂരും കണ്ടളയൊക്കെ വന്ന സമയത്ത് ആൾക്കൊരു ഭീതി ഇതിനകത്തുണ്ടായി. അപ്പോൾ അതുമായി നമ്മളെ ബാങ്കിൽ, ഈ രാജീവ് ഗാന്ധി ബാങ്കിൽ നല്ലൊരു എമൗണ്ട് ഡെപ്പോസിറ്റ് 65 ലക്ഷത്തോളം രൂപയോളം 65 കോടി ഡെപ്പോസിറ്റ് ഉണ്ടാകും സംഘത്തിൽ. ആ സാഹചര്യത്തിൽ ഈ സംഘം തകരുന്നൊരു ഒരു മെസ്സേജ് ഇങ്ങനെ പുറത്ത് പോയപ്പോഴാണ് ആൾ മൊത്തം ഡെപ്പോസിറ്റ് എടുക്കാൻ വന്നത്. അപ്പോൾ സാറ് നമ്മൾ ഈ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ മുഴുവനും ബാങ്കിൽ സ്റ്റോർ ചെയ്യുകയല്ല ചെയ്യുന്നത്, പബ്ലിക്കിന് വായ്പ കൊടുക്കുകയാണ് ചെയ്യുന്നത്. 10% 20% നമുക്കിതിനകത്ത് ബാങ്ക് സേവ് ചെയ്ത് വയ്ക്കുള്ളൂ. അപ്പോൾ 10 പേര് ഒരുമിച്ച് പൈസ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ അവസ്ഥ ദയനീയമാവും. അപ്പോൾ ഇങ്ങനെ ഈ സാരി ഉണ്ടായ സമയത്ത് പൊളിറ്റിക്കലായിട്ടൊരു ഇതിനകത്ത് ഇടപെടലുണ്ടായി. വെള്ളനാട് ശശിയെ പോലുള്ള നേതാക്കന്മാരൊക്കെ ഒന്ന് എടുക്കാനുള്ള പൈസ മാക്സിമം അവരങ്ങാതെ എടുത്തു. വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, വെള്ളനാട് ശശിക്കെതിരെ വളരെ മുൻപും ഇത്തരം പരാതികൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ഉയർന്ന ആരോപണം ഇത് തന്നെയാണ്. ഇടതുപക്ഷത്തേക്ക് പോയ വെള്ളനാട് ശശി മുണ്ടേല മോഹനനെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ അതിന് മോഹനൻ വിസമ്മതിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരം കരുതിക്കൂട്ടിയുള്ള ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല നിരന്തരമായി ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു എന്നും കുടുംബം പറഞ്ഞു വയ്ക്കുന്നുണ്ടല്ലേ? ദേവിക, അത്തരത്തിൽ തന്നെയാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് മുണ്ടേല മോഹനന്റെ കുടുംബം, മക്കൾ കൃഷ്ണയും കൃപയും ആരോപിക്കുന്നത്. ഒപ്പം തന്നെ വെള്ളനാട് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് അംഗം ശ്രീകുമാറും ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലാണ്. തിരുവനന്തപുരം മുണ്ടേല സർവീസ് സഹകരണ ബാങ്കിൽ ആ ബാങ്ക് തകരുകയാണ് എന്ന രീതിയിൽ വെള്ളനാട് ശശി ഒരു പ്രചാരണം നടത്തിയിരുന്നു. ആ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ് പല നിക്ഷേപകരും അവിടെ എത്തി പണം പിൻവലിക്കാനുള്ള ശ്രമം നടത്തിയത്. അതേസമയം തന്നെ പുറത്തേക്ക് കൊടുത്തിരുന്ന, അല്ലെങ്കിൽ നിക്ഷേപത്തിൽ നിന്ന് മറ്റ് സാമ്പത്തിക സഹായങ്ങളായി പുറത്തേക്ക് പോയിരുന്ന പണം ഒന്നും തിരികെ വരാത്തതും വലിയ രീതിയിലുള്ള ബാങ്ക് കെടുതിയിലേക്ക് കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പറയുന്നത്. അതിൽ പ്രധാനമായും കുടുംബം ആരോപിക്കുന്ന ചില കാര്യമെന്നുള്ളത്, മുൻപ് നമ്മൾ വെള്ളനാട് ശശിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുണ്ടായുസവും ഒപ്പം തന്നെ ചില വീടുകൾ കയറിയും ചില കടകൾ കയറിയും നടത്തിയ അദ്ദേഹത്തിന്റെ ഗുണ്ടായുസങ്ങൾ ജനം TV അടക്കം മാധ്യമങ്ങൾ പൊതുജന മധ്യത്തിൽ എത്തിച്ചതാണ്. സമാന്തരമായ ഒരു ഗുണ്ടായുസം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചന തന്നെയാണ് ഇവിടെ വെള്ളനാട് ശശി നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ നടക്കം നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ ഏകദേശം 5ഓളം പേരുടെ പേരുകൾ, വെള്ളനാട് ശശി ഉൾപ്പെടെ 5 പേരുടെ പേരുകൾ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു ആത്മഹത്യാ കുറിപ്പ് അത് മാധ്യമങ്ങൾക്കും പോലീസിനുമായി മുണ്ടേല മോഹനൻ എഴുതി വെച്ചിരുന്നു.
അതിൽ പറയുന്നത് ഇത്തരത്തിലാണ്: വെള്ളനാട് ശശിയുടെ അടക്കം ഇഷ്ടക്കാരായ ഏകദേശം 60ഓളം പേർക്ക് സാമ്പത്തിക സഹായം ബാങ്ക് നൽകിയിരുന്നു. ഇതടക്കം തിരികെ നൽകിയില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ 50-ലധികം വരുന്ന ആളുകൾക്ക് വെള്ളനാട് ശശിയുടെ ഇഷ്ടക്കാരായ പലർക്കും അവിടെ ജോലി നൽകിയിരുന്നു. ഇവരൊക്കെ പെട്ടെന്നൊരു നിമിഷം, അതായത് വെള്ളനാട് ശശി കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് പോയതിനു ശേഷം മുണ്ടേല മോഹനെയും രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ ഒരു മാറ്റത്തിന് വേണ്ടി അദ്ദേഹത്തിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ തന്റെ പാർട്ടി വിട്ട് താൻ CPM-ലേക്ക് ഇല്ല എന്നുള്ളത് ആദ്യം മുതൽ തന്നെ മുണ്ടേല മോഹനൻ അറിയിച്ചതാണ്. ഇതിൽ ഉണ്ടായ ഒരു വ്യക്തി വൈരാഗ്യം അത് വലിയ രീതിയിലുള്ള ഗൂഢാലോചനയിലേക്ക് എത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ചില ജീവനക്കാർ ഉൾപ്പെടെ അക്കൗണ്ടന്റ് മഞ്ജു, ഒപ്പം തന്നെ അശ്വതി, അർച്ചന, ഗീതു, ഒപ്പം തന്നെ കാട്ടാക്കട AR ബിനിൽ ഉൾപ്പെടെ ഏകദേശം 5-ലധികം വരുന്ന ആളുകളെ കൊണ്ട് ബോധപൂർവമായി ബാങ്ക് തകർച്ചയിലാണ് എന്നുള്ളൊരു പ്രചാരണം പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നു. പൊതുജനങ്ങൾ കൂട്ടത്തോടെ അവിടെ എത്തി അവരുടെ നിക്ഷേപങ്ങൾ ചോദിക്കാൻ തുടങ്ങുന്നു. അത് പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ ആരോപിക്കുന്നത്. നിയമ നടപടിയുമായി കുടുംബം മുന്നോട്ട് പോവുകയാണ്. കാരണം ഇത്രയധികം വ്യക്തി വൈരാഗ്യം തീർത്തതാണ്. മാധ്യമങ്ങൾക്ക് മുൻപിലടക്കം പലതവണയും മുണ്ടേല മോഹനൻ എത്തി അദ്ദേഹത്തിന്റെ നിരപരാധിത്വം പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ആരും ചെവിക്കൊണ്ടിരുന്നില്ല എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. നിരന്തരമായി മുണ്ടേല മോഹനന്റെ വീട്ടിലെത്തി വെള്ളനാട് ശശി രാത്രികാലങ്ങളിൽ മുണ്ടേല മോഹനന്റെ ഭാര്യ മാത്രം വീട്ടിലുള്ളപ്പോൾ ഉൾപ്പെടെ അവിടെ എത്തി ഗുണ്ടായിസം കാണിച്ചിരുന്നു എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ വീടിന് മുൻപിലെത്തി തോർത്ത് വിരിച്ച് വീടിന്റെ സിറ്റ് ഔട്ടിൽ കിടന്ന് താൻ നിക്ഷേപിച്ച് പണം നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും അത് വലിയ രീതിയിലുള്ള മാനസിക പ്രതിസന്ധിയിലേക്ക് കുടുംബത്തെ എത്തിച്ചിരുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാമെന്ന് കുടുംബം ആവശ്യപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപറക്കി ഈ കടം തീർക്കാനും ഒപ്പം തന്നെ നിക്ഷേപകരുടെ നിക്ഷേപം തിരികെ നൽകാനുള്ള നടപടിയിലേക്ക് അദ്ദേഹം കടക്കാനിരിക്കുമ്പോൾ അവിടെയും കോടതിയിലടക്കം പോയി ചില ഇടപെടലുകൾ വെള്ളനാട് ശശി നടത്തിയിരുന്നു എന്നുള്ളതാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് മുണ്ടേല മോഹനൻ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് വീട്ടിലൊരു മുറിയിൽ അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. തൊട്ടു പിന്നാലെയാണ് ഈ ആത്മഹത്യ കുറിപ്പും കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. വെള്ളനാട് ശശിയുടെ ഒരു ഗുണ്ടായിസത്തിന്റെയും രാഷ്ട്രീയ ഗൂഢാലോചനയുടെയും ഒരു അവസാന ഉദാഹരണമായി മുണ്ടേല മോഹനൻ മാറുകയാണ്. അതൊരു ആത്മഹത്യയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദേവിക. ശരി ശാലിനി.